ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഗോഡ്സില്ല വാർ 2025 എന്ന് പറയുന്ന കോമിക്കാണ്. ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല, നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയിട്ട് പറയൂ. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരുത്തൻ പറയുകയാണ്, ആൾ ഗോഡ്സില്ല വേൾഡ് ഈസ് വൺ. അതായത് എല്ലാ ഗോഡ്സില്ല വേൾഡും ഒന്നായാൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഇവനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗോഡ്സില്ല പൂർവികരാണെങ്കിൽ ഉണ്ടായി തുടങ്ങുന്ന ആ സമയം കൊണ്ട് തന്നെ ഇവനാണ് ഗോഡ്സില്ലാസിൻ്റെ തന്നെ ഗോഡ്. ഏത് കാരണം തന്നെ തോൽപ്പിക്കാനെന്നത് ഒരു ഗോഡ്സില്ലേനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എന്നാൽ നമ്മൾ കൂടുതൽ പറയാതെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഒരു തവണയാണെങ്കിൽ നമ്മളുടെ ഗോഡ്സില്ല പിന്നീട് ഒരുപാട് യൂണിവേഴ്സിൽ നിന്ന് സഞ്ചരിച്ചൊരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴിയാണെങ്കിൽ പുറത്ത് വരുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. പക്ഷേ ആ സമയം തന്നെ ഷിൻ ഗോഡ്സില്ലയും തമ്മിൽ ഫൈറ്റ് ആകുന്നു. ലെജൻഡറി ഗോഡ്സിലെ ഷിൻ ഗോഡ്സിലെ. അപ്പം തന്നെ അവിടെ നിന്ന് തന്നെ അൾട്ടിമേറ്റ് ഗോഡ്സിലയാണെങ്കിൽ തൻ്റെ പവർ ഉപയോഗിച്ച് ഷിൻ ഗോഡ്സിലെ ലെജൻഡറി ഗോഡ്സിലേനെ ആക്രമിക്കുന്നു. അതേ പാടെ തന്നെ നമ്മളെ ഗോഡ്സിലയാണെങ്കിൽ കുരിഞ്ഞു കൊടുക്കുന്നു. അപ്പം തന്നെ നമ്മളെ ബേബി ഗോഡ്സിലയും ഗോഡ്സിലയുടെ കൂടെ തന്നെയുണ്ട്. അപ്പം തന്നെ ഗോഡ്സില്ല നിന്നിരുന്ന തറ എക്സ്പ്ലോഷൻ കാരണം പൊട്ടിപ്പോകുന്നു. എൻ്റെ താഴെ ഒരു വലിയ ഗുഹയായിരുന്നു. നേരത്തെ അവിടെ ഗോഡ്സില്ല എത്തിയിരുന്നു. അതുകൊണ്ട് ഇനി ഗോഡ്സില്ലയുടെ പുറകിൽ നിന്ന് തന്നെ ഒരു ഗോഡ്സില്ല നോക്കുന്നു. അപ്പം തന്നെ 1 vs 12 ഗോഡ്സില്ലാസിൻ്റെ ഒരു ഫൈറ്റ് അവിടെ തന്നെ നോക്കുന്നു. ബേബി ഗോഡ്സില്ല അവിടെ നിന്ന് തന്നെ ഓടിപ്പോകുന്നു. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ഗോഡ്സില്ലേനെ അവിടെ വന്നിരുന്ന ഒരു ഗോഡ്സില്ല വന്ന് ഇടിക്കുന്നു. ആ ഇടിയുടെ ശേഷം ഗോഡ്സില്ല വന്ന് തറയിൽ വീണപ്പോൾ ഒരു ഗോഡ്സില്ല എൻ്റെ വയറ് നോക്കി എക്സ്പ്ലോഷൻ ആയിട്ടുള്ള ഒരു ഫയർ നടത്തുന്നു. ആ ഫയറിന് ശേഷമാണെങ്കിൽ ബേബി ഗോഡ്സില്ല എന്തോ ഒരു ബോംബ് കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ വെച്ച് തന്നെ പൊട്ടിക്കുന്നു. അവിടെ ഒരു വലിയ എക്സ്പ്ലോഷൻ നടക്കുന്നു. ഗോഡ്സില്ല ഇതുവരെയായിട്ട് നമ്മൾ കാണാത്ത ഒരു ഗോഡ്സില്ലേനെ ഇതിൽ കാണിക്കുന്നു. ഗോഡ്സില്ല പ്രൊമാറ്റ്സ് ആണ്. പ്രൊമാൻ എന്നാണ് ഏകദേശം ഗോഡ്സില്ലയുടെ പേര്. നെക്സ്റ്റ് കാണിക്കുന്നത് സേജ് പ്ലേ എന്നാണ് കാണിക്കുന്നത്. ഗോഡ്സില്ലയുടെ ഫേസാണ് കാണിക്കുന്നത്. സേജ് മോഡൊക്കെ കൊണ്ട് തന്നെ ജിറായരെ അതേ ഇതിലേക്ക് ഗോഡ്സില്ല എത്തിയിട്ടുണ്ട്. ഗോഡ്സില്ല അറ്റോമിക് ബ്രേത്ത് യൂസായി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗോഡ്സില്ലയുടെ കൈയൊക്കെ കാണിക്കുന്നു. ഏകദേശം ഒരു പ്രൊഫറ്റ് ലെവലിലാണ്. അതിൻ്റെ തലയുടെ മുകളിലാണെങ്കിൽ 2 ഗോഡ്സില്ല കുഞ്ഞുങ്ങളും ഇരിക്കുന്നു. കറക്റ്റ് ജിറായരെ കോപ്പി. അത് മാത്രമല്ല, ഒരു ഗോഡ്സില്ലയെ ആക്രമിക്കാൻ വരുന്നു. അപ്പം തന്നെ നമ്മളെ ഗോഡ്സില്ലയാണെങ്കിൽ തൻ്റെ ന്യൂക്ലിയർ, അതായത് അറ്റോമിക് ബ്രേത്തിനെ യൂസ് ചെയ്യാതെ അതിൻ്റെ ഗ്യാസിനെ യൂസ് ചെയ്യുന്നു. അതായത് അറ്റോമിക് ബ്രേത്തിൻ്റെ തന്നെ വേറൊരു ലെവൽ. അതായത് അറ്റോമിക് ബ്രേത്തിൻ്റെ ഗ്യാസ് വരെ ഇത്രയും പവർഫുള്ളാണ്. അത് ജീവനെ കരിക്കുന്നു. അപ്പം തന്നെ ഗോഡ്സില്ല അതിൻ്റെ ശരീരത്തിൽ ചവിട്ടുന്നു. എന്നിട്ട് ഗോഡ്സില്ല താഴേക്ക് അറ്റോമിക് ബ്രേത്ത് ഫയർ ചെയ്യുന്നു. കാണിക്കുന്നത് 3 ഗോഡ്സില്ലാസ് ഫയർ ചെയ്യുന്നതാണ്. അപ്പം തന്നെ ഗോഡ്സില്ലയുടെ സേജ് ഷെറിങ്കൻ കാണിക്കുന്നു. ഇങ്ങനെ എന്തിനെന്നറിയണമെങ്കിൽ നിങ്ങൾ വളരെയധികം മുമ്പിലെ കാലത്തിലേക്ക് പോകണം. എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് സ്കാർക്കിങ് ആണെങ്കിൽ ഇതിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോങ്ങും ഇതിനെ പഠിക്കുമ്പോൾ ഗോഡ്സില്ലയുടെ കൂടെ കോങ്ങിനൊരു ഫൈറ്റിന് വരേണ്ടി വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ഗോഡ്സില്ല മരിക്കാറാവുമ്പോൾ ഗോഡ്സില്ലയ്ക്ക് ഇത് യൂസ് ചെയ്യുന്നു. അതായത് ആ എനർജി ബോംബിനെ ആണെങ്കിൽ നേരത്തെ കണ്ട സേജ് ബോംബിനെ അവേക്കൻ ചെയ്യുന്നു ഗോഡ്സില്ല. അതിനെ അവേക്കൻ ചെയ്ത പാടെയാണ് ഗോഡ്സില്ലയ്ക്ക് ഈ പവർ കിട്ടുന്നത്. അതിലൊന്നാണ് ഈ ഷെറിങ്കൻ. ഈ ഷെറിങ്കൻ അല്ലാതെ തന്നെ വേറെ 2 ഷെറിങ്കനുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഗോഡ്സില്ലയുടെ അറ്റോമിക് ബ്രേത്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം തന്നെ നമ്മൾ ഗോഡ്സില്ല എർത്താണെങ്കിൽ ഒരു ഗോഡ്സില്ലേനെ ഇടിച്ചു തെറിപ്പിക്കുന്നതും കൂടെ കാണിക്കുന്നു. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ വേറൊരു ഗോഡ്സില്ല നോക്കിക്കൊണ്ടിരിക്കെ 3000 കിലോമീറ്റർ വരെ നശിപ്പിക്കുന്ന ഒരു അറ്റോമിക് ബ്രേത്താണ് ഗോഡ്സില്ല വിട്ടത്. അതിൻ്റെ കൂടെ ഗോഡ്സില്ല മയങ്ങി വീഴുന്നു. ഗോഡ്സില്ലയുടെ വാട്ട് ഇഫ് ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു ഇതും കൂടെ കാണിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഗോഡ്സില്ല എർത്തും ഗോഡ്സില്ലയുടെ വേറൊരു രൂപം
ആയിട്ടുള്ള കോസ്മിക് ഗോഡ്സിലയും കൂടി ഫൈറ്റ് ചെയ്യുന്നു. അപ്പം തന്നെ വേറൊരു ഗോഡ്സില തൻ്റെ അറ്റോമിക് ബ്രേത്ത് ആകാശത്തേക്ക് ഊതുന്നു. കുറച്ച് ഗോഡ്സിലാസ് അതിൻ്റെ കൂടെ തന്നെ അത് ഗോഡ്സില എർത്തിൻ്റെ തലയിൽ വന്ന് വീഴുന്നു. അത് 6 ബ്രേത്ത്സ് ആണ്. അപ്പം തന്നെ ഗോഡ്സില എണീക്കുന്നു. അപ്പം തന്നെ ഹെൽ ഗോഡ്സില ഫയർ ചെയ്യുന്നു. കോസ്മിക് ഗോഡ്സിലയുടെ കൈയും കൂടി കാണിക്കുന്നു. ഗോഡ്സില വീണ്ടും സേജ് മോഡിൽ നിന്ന് മാറിയിട്ടില്ലായിരുന്നു. എന്നാലും ഹെൽ ഗോഡ്സിലയും ഗോഡ്സിലയും തമ്മിലാണ് ഫൈറ്റ്. ഇപ്പോൾ 4 മഹത്തായ ഗോഡ്സിലേഴ്സ് തമ്മിലാണ് ഫൈറ്റ്. ഇപ്പോഴാണെങ്കിൽ ഗോഡ്സില എർത്ത്, ഗോഡ്സില ലെജൻഡറി സേജ്, കോസ്മിക് ഗോഡ്സില ആൻഡ് ഹെൽ ഗോഡ്സിലാസ് ആണ് ഫൈറ്റ്. ഹെൽ ഗോഡ്സിലയുടെ ഈ തവണത്തെ പുറകിലത്തെ ഭാഗത്തെ ഗോഡ്സില അറ്റോമിക് ബ്രേത്ത് യൂസ് ചെയ്യുന്നു. എന്നാൽ അതിനെ ഹെൽ ഗോഡ്സില ബ്രേക്ക് ചെയ്യുന്നു. ഗോഡ്സില ഏകദേശം തന്നെ തുലച്ച് ഹെൽ ഗോഡ്സില കളയുന്നു. അപ്പം തന്നെ ഗോഡ്സിലയാണെങ്കിൽ തൻ്റെ മാങ്ക ഹെഡ്സ് കാണിക്കുന്നത്. മാങ്കയ്ക്ക് ഷെറിങ്കൻ. ഇത്രയും നേരം കണ്ടത് ഗോഡ്സിലയുടെ നോർമൽ ഷെറിങ്കനാണ്. ഇപ്പോൾ വേറൊരു ഷെറിങ്കനും കൂടിയുണ്ട്. പക്ഷേ ഈ പാർട്ടിൽ അത് കാണിക്കാൻ കഴിയില്ല. അത് അത്രയ്ക്ക് മാത്രം പവർഫുള്ളാണ്. ബ്ലാക്ക് ബേർഡ് ഓഫ് ഷെറിങ്കൻ എന്ന് പറയുന്ന വേറൊരു ഷെറിങ്കനുണ്ട്. അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള വേറൊരു ഷെറിങ്കനുണ്ട്. അത് ഗോഡ്സില വാർ 3 എന്ന് പറയുന്ന ഇതിലേക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഹെൽ ഗോഡ്സിലയും ഇപ്പം കോസ്മിക് ഗോഡ്സിലയും തമ്മിൽ ഫൈറ്റ് തുടങ്ങുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഗോഡ്സില എർത്തിൻ്റെ വായിലാണെങ്കിൽ വി എന്നും ഗോഡ്സില എർത്തിൻ്റെ കണ്ണിലാണെങ്കിൽ എസ് എന്നും കൊടുക്കുന്നു. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവരുടെ എല്ലാത്തിൻ്റെ റാങ്ക് കാണിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഗോഡ്സിലയുടെ മുഖം എന്തോ വിചിത്രമായ ഡേഞ്ചറായി ആവുകയാണ്. അപ്പോൾ തന്നെ ഗോഡ്സിലയാണെങ്കിൽ തൻ്റെ കാല് വെച്ച് കോസ്മിക് ഗോഡ്സിലേനെ ഒരു ചവിട്ടുന്നു. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവർ രണ്ടുപേരുമായിരുന്നു ഫൈറ്റ്, ഹെൽ ഗോഡ്സിലയും കോസ്മിക് ഗോഡ്സിലയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ലെജൻഡറി ഗോഡ്സിലെ പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമ്മളെ ഹെൽ ഗോഡ്സിലയാണെങ്കിൽ തൻ്റെ അറ്റോമിക് ബ്രേത്ത് ഗോഡ്സിലയുടെ നേരെ യൂസ് ചെയ്യുന്നു. അത് കണ്ടിട്ട് ഗോഡ്സില ഓടുമ്പോൾ ഗോഡ്സില എർത്താണെങ്കിൽ ഇപ്പോൾ തൻ്റെ അറ്റോമിക് ബ്രേത്ത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഗോഡ്സില എന്തോ ആലോചിച്ച് ചിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ നമ്മൾ ലെജൻഡറി ഗോഡ്സില എന്തൊക്കെ ചെയ്തതുപോലെ നിൽക്കുന്നു. ലെജൻഡറി ഗോഡ്സില ഇപ്പോഴാണെങ്കിൽ ഒരു ചവിട്ടുന്നു. ആ ചവിട്ടിൻ്റെ പ്രൊഫഷണലിൽ തന്നെ ഗോഡ്സില പറന്നിട്ട് ഗോഡ്സില ആകാശത്തേക്ക് തന്നെ ചവിട്ടുമ്പോൾ ആ പ്രഷറിൽ ഗോഡ്സില തന്നെ പറക്കുന്നു. അപ്പം തന്നെ നമ്മളുടെ ഗോഡ്സിലയാണെങ്കിൽ തൻ്റെ അറ്റോമിക് ബ്രേത്ത് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ നമ്മളുടെ ഹെൽ ഗോഡ്സിലയുടെ വയറ്റിലേക്ക് നമ്മളുടെ കോസ്മിക് ഗോഡ്സില വന്നിട്ട് ഒരു ആക്രമണം നടത്തുന്നു കൈവച്ച്. അതുപോലെ അതിനെ വ്യക്തമായി തന്നെ കാണിച്ചുകൊണ്ട് ഈ പാർട്ട് കഴിയുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ പാർട്ട്സ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ പറയുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പാർട്ട് വേണമെങ്കിൽ കമൻറ്റിൽ പറയേണ്ടതാണ്. അതുവരെ ബൈ ബൈ.